ചെർപ്പുളശ്ശേരി കൃഷിഭവൻ വിവാദം നഗരസഭാ ഭരണസമിതിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ അസീസ്. കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതം അടച്ചില്ലെന്നാരോപിച്ച് കൃഷി ഓഫീസർക്കെതിരെ CPM കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഓരോ സംഖ്യയും സർക്കാർ അത്രയും പ്രയാസപ്പെടുന്നത് വീണ്ടും അത് സർക്കാരിന് തിരിച്ചടക്കേണ്ട സംഖ്യ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നു. അത് പിന്നീട് അതിൻ്റെ പഴി മുഴുവൻ ഇവിടെ ഭരണസമിതിയിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല 3 ലക്ഷത്തി ചില്ലാനം രൂപ ഈ സർവീസ് ബാങ്ക് അവരെ കിട്ടാക്കടത്തിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് നിൽക്കണം. നിങ്ങൾ കാരണം ഒരു കൃഷി ഓഫീസർ ഗസറ്റഡ് ഓഫീസർ ചെയ്യുന്ന കൃത്യവിലോപനമാണ്. ഞങ്ങളിതിനെ കൃത്യമായിട്ട് ആരെടുത്ത് ഇടപെടുന്നുണ്ട്? കൃഷി മന്ത്രിയുടെ അടുത്ത് വളരെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയായിട്ട് ഇത് നിർണ്ണയിക്കും. ഞങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ ഇതിനൊരു തീർപ്പ് കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾക്കില്ല. ചെർപ്പുളശ്ശേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് പാടശേഖര സമിതികൾ മുഖേന നൽകിയ ചുണ്ണാമ്പ്, ഗ്രോബാഗ് എന്നിവയ്ക്ക് കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതമാണ് കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി ആരോപണമുള്ളത്. പദ്ധതിയുടെ നഗരസഭാ വിഹിതം നഗരസഭ അടച്ചതാണ്. ഗുണഭോക്തൃവിഹിതമായ 3 ലക്ഷം രൂപയാണ് തിരിമറി നടത്തിയതായി പറയുന്നത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് സഹകരണ ബാങ്കും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രോ ഏജൻസിയും നഗരസഭയും കൃഷി ഓഫീസർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം അഴിമതി ആരോപണവും ഉന്നയിച്ചു. തുടർന്നാണ് CPIM ലോക്കൽ സെക്രട്ടറി കെ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസറെ ഉപരോധിച്ചത്. മേലുദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൃഷി ഓഫീസർ പണം തിരിമറി നടത്തിയതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ഇവിടെ ഈ ഓഫീസർ ഗസറ്റഡ് ഓഫീസറാണ്. അദ്ദേഹം മാതൃക കാണിക്കേണ്ടതാണ്. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അദ്ദേഹമാണ് ആ ഗുണഭോക്തൃ വിഹിതമായിട്ടുള്ള നേരത്തെ പറഞ്ഞ കൃഷിക്കാരിൽ നിന്ന് കാശ് വാങ്ങി പാടശേഖര സമിതിയിലെ കാശടച്ച് ആ സംഖ്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ കൃത്യവിലോപനത്തിന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറെയല്ല, പാലക്കാട്ടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും ഇതിന് കൂട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ, നഗരസഭ ഒരു മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ, MLA കഴിഞ്ഞാൽ അടുത്ത നഗരസഭാ ചെയർമാനെയാണ് ഇവിടെയുള്ള സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മറുപടി ആര് തരണം? മേലുദ്യോഗസ്ഥൻ തരണം. തന്നിട്ടില്ല. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൊടുത്തിട്ടും അതിനും മെമ്മോ കൊടുത്തതിന് മറുപടി തന്നിട്ടില്ല. ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് CPM പറയുന്നു, ഇതിൻ്റെ അഴിമതി പൂർണ്ണമായും നടത്തിയിട്ടുള്ള കൃഷി ഓഫീസറാണ്. അന്ന് മാത്രമല്ല, അതിന് കൂട്ടുകച്ചവടം നടത്തുന്ന അയാളുടെ മേലുദ്യോഗസ്ഥനാണ്. കൃഷി ഓഫീസർ നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് 25/6/2025 അദ്ദേഹം കൈപ്പറ്റിയിട്ടുള്ള കാശ് പൂർണ്ണമായിട്ടും അടയ്ക്കാം എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ പോവുകയാണ്. അല്ലെങ്കിൽ 26-ാം തീയതി ഈ ഓഫീസിൻ്റെ അദ്ദേഹത്തിനെ ഞങ്ങൾ വളഞ്ഞു വയ്ക്കും. അദ്ദേഹത്തിനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കിയിട്ട് ഇയാളെ ഞങ്ങളുടെ സമരപരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഉടൻ പണം അടയ്ക്കാമെന്ന ഉറപ്പിലാണ് CPIM നേതാക്കൾ പിരിഞ്ഞത്. എന്നാൽ നഗരസഭയ്ക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ അസീസ് പറഞ്ഞു. ഇത് ജനങ്ങൾ പൂച്ചു പുറത്താവും എന്ന് ജനങ്ങളതെല്ലാം മനസ്സിലായപ്പോൾ ഇന്നലെ CPMന്റെ നേതൃത്വത്തിൽ അവിടെ LC സെക്രട്ടറിയുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും നേതൃത്വത്തിൽ ഒരു പൊറോട്ട് നാടകം കാണിക്കേണ്ടായി. സത്യം പറഞ്ഞാൽ ഈ പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ റോളിലാണ് ഇന്നലെ CPM ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അഴിമതി നടത്തുന്നതിന് കൂട്ടുനിൽക്കുകയും അതിൻ്റെ വിഹിതം പറ്റുകയും ചെയ്ത CPMകാർ തന്നെ കൃഷി ഓഫീസറെ ഉപരോധിക്കുന്നു എന്ന തരത്തിൽ ഒരു സമരാഭാസം ഇന്നലെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചുണ്ണാമ്പ് വാങ്ങാനും നീറ്റുകക്ക വാങ്ങാനും ജൈവവളം വേപ്പുമുണ്ടാക്ക് പോലെ ജൈവവളം വാങ്ങാനും ഒക്കെ കർഷകരെ മുനിസിപ്പാലിറ്റിയിൽ അടക്കേണ്ടുന്ന പണം കൃഷി ഓഫീസറും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ ചെയർമാനും അടക്കമുള്ള ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഏജൻസിക്ക് ഇത് പൈസ കൊടുത്തിട്ടില്ല. നഗരസഭയുടെ വിഹിതം കൊടുത്തു, ഗുണഭോക്തൃ വിഹിതം ഇതുവരെ കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ ഗുണഭോക്തൃ വിഹിതം നഗരസഭയിലാണ് അടക്കേണ്ടത്. ഇത് ഈ കൃഷി ഓഫീസറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ എങ്ങനെ എത്തി? ഇത് ആരും ഒത്താശ ചെയ്തു കൊടുത്തു? ഈ വസ്തുത ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സമരങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും തുടർന്ന ആളുകളുടെ നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത്. CCN ചെർപ്പുളശ്ശേരി.